ഇപ്പം തന്നെ കാര്യങ്ങൾ വ്യക്തമായല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മുഴുവൻ കട്ടളയും കഥ ഉൾപ്പെടെയുള്ളത് അടിച്ചുകൊണ്ടുപോയി. അതെവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലോ പ്രശ്നം. തൊണ്ടി മുതൽ എവിടെ? ഈ സ്വർണം എവിടെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണെന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരികയാണ്. ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള എൻ്റെ സംശയം ഇപ്പോഴും ബലപ്പെടുകയാണ്. ഇത് ആൻറ്റിക്സായി വൻതോതിൽ പണം വാങ്ങി ഇത് വിദേശത്തേക്ക് കടത്തിയെന്നുള്ള ആരോപണം സത്യമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല? അപ്പോൾ SITയുടെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. SITയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതെ തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം എത്ര CPM നേതാക്കന്മാരാണ് ജയിലിലുള്ളത്? എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് ഗവൺമെൻറ് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യമെല്ലാം പുറത്തു വരും. അല്ല, ആരന്വേഷിച്ചാലും ഞങ്ങൾക്ക് സത്യം പറയണമെന്നേ ഉള്ളൂ. ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. SIT അന്വേഷിക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ. ED അന്വേഷിക്കട്ടെ, പക്ഷെ നിഷ്പക്ഷമായിരിക്കണം. ED ഇടപെട്ട അവസാനം ഇത് കുളവാക്കുന്നതിനാണ്. കഴിഞ്ഞ കാലത്ത് ED അന്വേഷിച്ചതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് ആവിയായിപ്പോയി. മറ്റ് പല കേസുകളും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള പല കേസുകളും ആവിയായിപ്പോയി. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ED വന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട്. കാരണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതായാലും യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ മതിയാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.